പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിലൊക്കെ ഉയരുന്ന ചിന്തകളുണ്ടല്ലോ, ഈ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെ എന്താക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ശക്തി, ഒരു പവർ ഈ ചിന്തകൾക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തെയും നമ്മുടെ നാളത്തെ ജീവിതത്തെയും നമ്മുടെ ഫ്യൂച്ചറിനെയൊക്കെ ഈ ചിന്തകളാണ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, വളരെ മോശമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, ആ മോശമായിട്ടുള്ള കേൾവിയിലൂടെ നമ്മുടെ ചിന്തകൾ നെഗറ്റീവായിട്ട് പോകും. പിന്നീട് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും, എന്തിനേറെ പറയുന്നു, ഒന്ന് നോക്കുന്നത് പോലും ഒരു നെഗറ്റീവ് ചുവയോടുകൂടിയായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിലെ, മനസ്സിലെ ചിന്തകൾ. അത് നല്ല ചിന്തകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാകും. അത് വളരെ മോശമായിട്ടുള്ള ചിന്തകളാണെങ്കിൽ അതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഞെരുക്കങ്ങൾ നമ്മൾ അനുഭവിക്കും. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾക്ക് ആത്മീയതയിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കർത്താവിന് ഒരു ആക്സസ് കൊടുക്കണം നമ്മുടെ ഹൃദയത്തിലേക്കും, മനസ്സിലേക്കും, ആത്മാവിലേക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ആത്മീയ ജീവിതം ഇങ്ങനെ പറയുന്നത്, കർത്താവിൻ്റെയൊക്കെ മുൻപിൽ നമ്മൾ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ദൈവത്തിന് മുൻപിലായിരിക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മനസ്സും ഹൃദയവും കർത്താവിന് മുൻപിൽ തുറക്കുന്നത്? അതെന്തിനാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ തലങ്ങളിൽ കിടക്കുന്ന ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകളിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയം തുറന്നിരിക്കണം, മനസ്സ് തുറന്നിരിക്കണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിചാരങ്ങൾ കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടണം. എന്നാലേ ഒരു വ്യക്തി നല്ല മനുഷ്യനാകുകയുള്ളൂ. ദൈവം നമ്മുടെ ചിന്തകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകൾക്ക് കർത്താവിൻ്റെ ഒരു നിയന്ത്രണം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നമ്മളെ നല്ല മാർഗത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് സങ്കീർത്തകൻ പോലും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. 139 സങ്കീർത്തനം, അതിൻ്റെ 23, 24 തിരുലിഖിതങ്ങൾ. വചനം പറയാണ്, ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അങ്ങ് അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ, വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഇതാണ് സങ്കീർത്തകന്റെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന. നമ്മുടെ വിചാരങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ, മനസ്സിന്റെ തലങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വിചാരങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാൻ പാടില്ല. നമ്മുടെ വിചാരങ്ങൾ നെഗറ്റീവാകാൻ പാടില്ല. നമ്മുടെ വിചാരങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. അല്ലെങ്കിൽ വിചാരങ്ങൾ അപകടത്തിലേക്കും മരണത്തിലേക്കും നയിക്കും. പ്രിയപ്പെട്ടവരെ, ഏതു നേരവും വലിയ ആകുലതകളിലും ഉത്കണ്ഠകളിലൊക്കെ ജീവിച്ച് വിചാരങ്ങളെ ഇങ്ങനെ വ്രണപ്പെടുത്തി ഒരു സമാധാനമില്ലാതെ ആണ് ഏതു നേരവും നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ തലങ്ങളിലേക്ക് കർത്താവിന് അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം.